അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. +1 സെക്കൻഡ് ലാംഗ്വേജ് അറബിക്കിലെ 2026 മാറിയ പുതിയ പുസ്തകത്തിലെ ആദ്യ യൂണിറ്റാണ് അൽ ലുഗത്തു ഹിയ ജവാസു സഫരി. ജവാസു സഫർ എന്ന പാസ്പോർട്ടാണ്, ഭാഷ നിൻ്റെ പാസ്പോർട്ടാണ് എന്ന പാഠം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ഹായ് ജാബർ, അഹ്ലൻ വസഹ്ലൻ. ഓ ജാബർ, വെൽക്കം വെൽക്കം. ഇൽത്തഫത ജാബർ ഇല ജിഹത്തി സൗത്ത്. ഇൽത്തഫത ടേൺഡ്, തിരിഞ്ഞു നോക്കി. ജാബർ ഇല ജിഹത്തി സൗത്ത്, ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ജാബർ തിരിഞ്ഞു. റഅ സ്വദീഖഹു ജാസിമൻ, അപ്പോൾ അവൻ തൻ്റെ കൂട്ടുകാരൻ ജാസിമിനെ കണ്ടു. യഖ്റുജു മിനൽ മത്താരി മുബ്തസിമൻ, അവൻ എയർപോർട്ടിൽ നിന്നും, ഖറജ യഖ്റുജു പുറത്തേക്ക് വരികയാണ്. മത്താർ എയർപോർട്ട്. മുബ്തസിമൻ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ബിയദിഹി ഹക്കീബത്തു സഫർ, അവൻ്റെ കയ്യിൽ ഒരു ട്രാവൽ ബാഗുണ്ട്. ഹക്കീബത്തു സഫർ. അഹ്ലൻ അഹ്ലൻ യാ ജാസിം, ജാസിമെ വെൽക്കം വെൽക്കം. ആനഖഹു ജാബിർ, ജാബിർ അവനെ വന്നു ആനഖ, ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. മിൻ ഐന അൻത യാ അസീസി, ഓ മൈ ഡിയർ. മിൻ ഐന അൻത, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അജാബ ജാസിം മറുപടി പറഞ്ഞു, അജി ഉമിൻ ദുബൈ, ഞാൻ ദുബൈയിൽ നിന്നാണ് വരുന്നത്. അന മുദീറുൻ ഫി ശരിക്കത്തി അൽ ഇത്തിഹാദ്, ഞാൻ അവിടെ ഇത്തിഹാദ് കമ്പനിയിലെ മുദീറാണ്, മാനേജറാണ്. ഹുനാക്ക, അവിടെ ദുബൈയിൽ. ബഅദ ദിറാസത്തി സാനവിയ അൽ ആലിയ, ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ഇൽതഹഖ്തു, ഞാൻ ചേർന്നു. ബി ജാമിഅത്തിൽ ലുഗത്തിൽ ഇൻജലീസിയ വൽ ലുഗാത്തിൽ അജ്നബിയ ഫി ഹൈദരാബാദ്, ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചേർന്നു. ഈ ഫ്ലോയിൽ ലി ദിറാസത്തുൽ ഉലിയ, ഉന്നത പഠനത്തിനായി. ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ഞാൻ ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചേർന്നു. അവിടുന്ന് ഹസൽത്തു അല ഹാസിഹിൽ വദീഫ അഖിബ തഖറുജി മിനൽ ജാമിഅ, ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്ത് കംപ്ലീറ്റ് ആക്കിയ ഉടനെ തന്നെ എനിക്ക് ഹസൽത്തു ലഭിച്ചു, അല ഹാസിഹിൽ വദീഫ, ഈ ജോബ്. ആഫ്റ്റർ ഗ്രാജുവേറ്റിംഗ് ഫ്രം ദി യൂണിവേഴ്സിറ്റി ഐ ഗോട്ട് ദിസ് ജോബ്. ഇബ്തസമ ജാബിർ, ജാബിർ പുഞ്ചിരിച്ചു. വക്കാല, എന്നിട്ട് ചോദിച്ചു, ഹാസ റായിഉൻ യാ ജാസിം, ജാസിമേ ഇത് അത്ഭുതമാണല്ലോ. ഫരിഹ ജാസിം വക്കാല, സന്തോഷത്തോടെ ജാസിം പറഞ്ഞു, അല്ല ജാബിറെ, മാ അഖ്ബാറുക യാ ജാബിർ, നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? നീ ഇപ്പം എന്താ ചെയ്യുന്നത്? തനഹദ ജാബിർ ബി ഹസ്രത്തിൻ വക്കാല, ജാബിർ തനഹദ, നെടുവീർപ്പിട്ടു. അല്പം, അവന് ഇപ്പം ജോലിയൊന്നുമില്ല, അതുകൊണ്ടൊരു നെടുവീർപ്പോടു കൂടി പറഞ്ഞു, ലാ അസാലു ഫി ബഹ്സിൻ അൻ വദീഫത്തിൻ മുനാസിബ. ലാ അസാലു ഫി ബഹ്സിൻ, ഞാനിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റിൽ ലുക്കിംഗ് ഫോർ എ സ്യൂട്ടബിൾ ജോബ്. അൻ വദീഫത്തിൻ മുനാസിബ, ഒരു യോജിച്ച ജോലി ഞാനിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറ്റിയ പ്രശ്നം, തജാഹൽതു അഹമ്മിയത്തൽ ലുഗ ഖിലാല ദിറാസ, ഖിലാല ദിറാസ, പഠന സമയത്ത്
തജാഹൽത്തു ഞാൻ നെഗ്ലക്റ്റ് ചെയ്തു, ഞാൻ അവഗണിച്ചു. അഹമ്മിയത്തൽ ലുഗ ഭാഷയുടെ പ്രാധാന്യത്തെ ഞാൻ അവഗണിച്ചു. യഥാർത്ഥത്തിൽ കാനത്തിൽ ലുഗ ഇപ്പോൾ ഭാഷ ഹിയ അൽ ആയിഖ അതാണ് എൻ്റെ തടസ്സം. അമാമി എൻ്റെ മുമ്പിലുള്ള ആയിഖ തടസ്സം അതാണ്. കുല്ലമാ വാജഹത്തുൽ മുഖാബലാത്ത് ഞാൻ ഇൻ്റർവ്യൂവിൽ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഫിഷരിക്കാത്ത് ഏത് കമ്പനീൻ്റെ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിളായി മാറിയത് ഇപ്പോൾ ഭാഷയാണ്. അൽ ആന അദ്റക്തു ഞാനിപ്പോൾ മനസ്സിലാക്കി അന്ന ഇത്ഖാനൽ ലുഗ ഭാഷയിലുള്ള ഇത്ഖാൻ അറിവ് ആഴത്തിലുള്ള അറിവാണ് അതാണ് തഫ്തഹു അമാമന നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത് ആഫാക്കൻ ചക്രവാളങ്ങൾ തുറന്നു തരുന്നത് അതാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി. എനിക്കിപ്പോൾ അതിൻ്റെ റിയലൈസേഷൻ വന്നു. ലാംഗ്വേജ് ഓപ്പൺ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അസ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി. ലാ ഹുദൂദ ലഹ പരിധിയില്ലാത്ത ഞാനിപ്പോൾ മനസ്സിലാക്കി അന്ന ഇത്ഖാന ലുഗാത്തി ഭാഷയിലുള്ള അറിവ് തഫ്തഹു അമാമന ആഫാക്കൻ ലാ ഹുദൂദ ലഹ നമ്മുടെ മുമ്പിൽ പരിധിയില്ലാത്ത അവസരങ്ങൾ തുറന്നു തരും, ചക്രവാളങ്ങൾ തുറന്നു തരുമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി. സവാ അൻകാന ഫിൽ വലാഇഫി അവിൽ മിഹൻ അത് ഏതൊരു ജോലിക്കാണെങ്കിലും ശരി, ഏതൊരു ജോബിനാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷൻസിനാണെങ്കിലും ശരി. ഇതൊന്നെ വലാഇഫും മിഹനും ജോബ് ആൻഡ് പ്രൊഫഷൻ എന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു. ഇത് കേട്ടിട്ട് തബസ്സമ ജാസിം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് ശരിയാണ്. അല്ലുഗത്തു ഹിയ ജവാസു സഫരിന ഇല ആലമിൽ ഫുറസ് ഭാഷ അത് നമ്മുടെ ജവാസു സഫരിന നമ്മുടെ പാസ്പോർട്ടാണ്. ഇല ആലമിൽ ഫുറസ് ഫുറസുൻ അവസരങ്ങൾ. ലാംഗ്വേജ് ഈസ് എ പാസ്പോർട്ട് ടു ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി താഴെ ചർച്ചക്കായിട്ട് ലെറ്റസ് ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് നുനാക്കിഷു നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് 2-3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അല്ലുഗത്തു മിഫ്താഹുൻ അസാസിയുൻ ലിന്നജാഹി ഭാഷ മിഫ്താഹുൻ അസാസിയുൻ അടിസ്ഥാനപരമായ ഒരു കീയാണ്. ലിന്നജാഹി വിജയത്തിലേക്കുള്ള. ഫി സൂഖിൽ അമലി വൽ വലീഫ ജോബ് മാർക്കറ്റിലും എംപ്ലോയ്മെൻറ്റിലും. ലാംഗ്വേജ് ഈസ് എ കീ ടു സക്സസ് ഇൻ ദി ജോബ് മാർക്കറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. രണ്ടാമത്തെ സെൻറ്റൻസ് അൽ ഖുദ്റത്തുൽ ലുഗവിയ ഭാഷയിലുള്ള കഴിവ്. മഹാറത്തുൻ മുഹിമ്മ വളരെ പ്രധാനപ്പെട്ട സ്കില്ലാണ്. ഫി അസ്രിൽ ഔലമ വത്തവാസുൽ ഈ കമ്മ്യൂണിക്കേഷൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയും ലോകത്ത്. ലാംഗ്വേജ് പ്രൊഫഷൻസി ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് സ്കിൽ ഇൻ ദി ഏജ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഔലമ എന്ന ഗ്ലോബലൈസേഷനാണ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മറ്റൊരു കാര്യം അല്ലുഗത്തു വസീലത്തു തബാദുലി സഖാഫാത്തിൽ മുഖ്തലിഫ ഭാഷ അത് വസീലത്തു തബാദുലി സഖാഫാത്തി കൾച്ചർ സംസ്കാരം കൈമാറ്റം ചെയ്യാനുള്ള ഒരു മീഡിയയാണ്. അൽ മുഖ്തലിഫ വിവിധ സംസ്കാരങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാനുള്ള ഒരു എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഡിഫറെൻ്റ് കൾച്ചേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു മീൻസാണ്, ഒരു മീഡിയയാണ് ലാംഗ്വേജ്. ഈ 3 വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് വെറുതെ ഒന്ന് ചർച്ച ചെയ്യാമെന്ന് അവിടെ ഇടയിൽ കൊടുത്തതാണ്. ഏതായാലും സംസാരത്തിനിടെ അസമ ജാബിറുൻ അലാ മുവാസലത്തി ദിറാസത്തിഹി ജാബിർ തീരുമാനിച്ചു
അല മുവാസലത്തി കണ്ടിന്യൂ തുടരാൻ വേണ്ടി ദിറാസത്തിഹി തൻ്റെ പഠനം. ഫക്കറ മലിയൻ അവൻ സാവധാനത്തിൽ ചിന്തിച്ചു തുടങ്ങി. ഫിൽ ഇംകാനിയാത്തിൽ മുതാഹ അമാമഹു അവൻ്റെ മുമ്പിൽ ഉള്ള ഇംകാനിയാത്ത് സാധ്യതകളെക്കുറിച്ച്. അൽ മുതാഹ അമാമഹു അവൻ്റെ മുമ്പിൽ അവൈലബിളായ സാധ്യതകളെക്കുറിച്ച് അവൻ ചിന്തിച്ചു തുടങ്ങി. പക്ഷേ ലാക്കിന്നഹു ലം യതമക്കൻ മിൻ ഇത്തിഹാദിൽ ഖറാർ അവൻ എങ്ങനെയും കഴിയുന്നില്ല. മിൻ ഇത്തിഹാദിൽ ഖറാർ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ലിദാലിക അതുകൊണ്ട് തന്നെ തവജ്ജഹ ഇല മുസ്തശാരിൻ അവൻ ഒരു കൗൺസിലറുടെ അടുത്തേക്ക് പോയി. തവജ്ജഹ ഇല മുസ്തശാറിൻ്റെ അടുത്തേക്ക് പോയി. മുസ്തശാർ മിഹിനീൻ ഒരു ജോബ് കൗൺസിലറിൻ്റെ അടുത്തേക്ക് അവൻ പോവുകയാണ്. എന്തിനാ? ലിൽ ഇസ്തിൻസാഹി അയാളുടെ ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടി. അങ്ങനെ ജലസ ജാബിർ അമാമൽ മുസ്തശാർ കൗൺസിലറിൻ്റെ മുമ്പിൽ നമ്മുടെ ജാബിർ ഇരിക്കുകയാണ്. വബദ അവൻ തുടങ്ങി. ബി സർദി മുഷ്കിലത്തിഹി അവൻ്റെ പ്രയാസങ്ങൾ പറയാൻ തുടങ്ങി. പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു കരിയർ കൗൺസിലറിൻ്റെ അടുത്തേക്ക് അഡ്വൈസിനായി ജാബിർ പോയി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നു തൻ്റെ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. നുലാഹിലുൽ ഹിവാറ നമുക്ക് ഈ ഹിവാർ ഈ ഡയലോഗ്സ് ഒന്ന് ഒബ്സർവ് ചെയ്താലോ? അൽ മുസ്തശാർ കൗൺസിലർ തഫല്ലൽ കമിൻ പ്ലീസ് കമിൻ കൈഫ യുംകിനുനി മുസാഅദതു ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എങ്ങനെ ഞാൻ നിങ്ങളെ സഹായിക്കണം പറഞ്ഞോ. അപ്പോൾ ജാബിർ അന അജിദു സുഊബത്തൻ ഫി ഇത്തിഖാദി ഖറാരിൻ ബിശഅനി ദിറാസത്തി അൽ ആലിയ അന അജിദു സുഊബത്തൻ ഞാൻ വളരെ പ്രയാസം നേരിട്ടിരിക്കുകയാണ്. ഫി ഇത്തിഖാദി ഖറാരിൻ ഒരു തീരുമാനമെടുക്കുന്നതിൽ എനിക്ക് വളരെ പ്രയാസമുണ്ട്. ബിശഅനി ദിറാസത്തി അൽ ആലിയ എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ എൻ്റെ തുടർന്നുള്ള പഠനത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിൽ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം മുസ്തഷാർ വെച്ചു മൽ മുഷ്കില എന്താണ് നിങ്ങളുടെ പ്രയാസം, പ്രോബ്ലം എന്താണ്? അപ്പോൾ ഉരീദു അൻ ഉവാസില ദിറാസത്തി അലാലിയ എൻ്റെ ഹയർ സ്റ്റഡീസ് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉവാസിൽ കണ്ടിന്യൂ ചെയ്യാൻ. വലക്കിനില ആരിഫു പക്ഷേ എനിക്ക് അറിയുന്നില്ല അയ്യു ദൗറ ഏത് കോഴ്സാണ് സതകൂനു മുനാസിബത്തൻ ലീ എനിക്ക് മുനാസിബായിട്ട് എനിക്ക് യോജിച്ച കോഴ്സ് ഏതാണെന്ന് എനിക്ക് അറിയുന്നില്ല. എനിക്ക് പറ്റുന്ന കോഴ്സ് ഏതാണെന്ന് അറിയുന്നില്ല. സ്യൂട്ടബിളായത് മുനാസിബായത്. അൽ മുസ്തഷാർ അപ്പോൾ കൗൺസിലർ പറഞ്ഞു നഖ്താറു നാം എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് ദൗറ ബിനാ നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് ദൗറ കോഴ്സ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് ബിന അൻ അല മുജൂലിന വ മഹാറാത്തിന നമ്മുടെ മുജൂലും മഹാറാത്തിനെയും അടിസ്ഥാനമാക്കിയാണ്. ഇൻട്രസ്റ്റും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ താല്പര്യവും നമ്മുടെ കഴിവും മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടും നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബില്ലിദാഫത്തി അതോടൊപ്പം ആ രണ്ടിനോടൊപ്പം തന്നെ ഇലൽ ഫുറസൽ മുതാഹ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ അതിൻ്റെ അവൈലബിലിറ്റി നമ്മൾ അവസരങ്ങളുടെ അവൈലബിലിറ്റിയും കൂടെ നോക്കണം. ഫുറസ് ചാൻസസ് ഓപ്പർച്യൂണിറ്റീസ് ജോലി സാധ്യതയും കൂടെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ജാബർ പറഞ്ഞു ഉരീദു ദിറാസ ലുഗൽ അറബിയ ഞാൻ അറബി പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അറബി പഠനം, അറബി ഭാഷാ പഠനം. ഹൽ ഹുനാക ഇംഖാനിയാത്തുൻ കസീറ ഫി ഹാദൽ മജാൽ ഇവിടെ അതിനുള്ള ഹൽ ഹുനാക ഇവിടെയുണ്ടോ ഇംഖാനിയാത്തുൻ കസീറ ഫി ഹാദൽ മജാൽ ആ ഫീൽഡിൽ ഇവിടെ സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചു. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ആ ഫീൽഡിൽ? മജാൽ എന്ന് പറഞ്ഞാൽ ഫീൽഡ്, ആ മേഖലയിൽ അവസരങ്ങളുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ മുസ്തഷാർ പറഞ്ഞു നഅം, യെസ്, ബിത്തബ, ഓഫ് കോഴ്സ്, തീർച്ചയായും ഉണ്ട്. There are many broad opportunities. ഹുനാക ഇംഖാനിയാത്തുൻ കസീറ, ഒരുപാട് അവസരങ്ങളുണ്ട്. വിശാലമായ അവസരങ്ങളുണ്ട്. വെരി വെരി ബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ജിദ്ദ, വളരെ വളരെ വിശാലമായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന ഇത്ഖാനക ഫിൽ ലുഗത്തിൽ അറബിയ്യ യഫ്തഹു അമാമക അബ്വാബൻ കസീറത്തൻ ഫി മജാലാത്തിൻ മുതനവ്വിഅത്തിൻ. നിന്റെ അറബി ഭാഷയിലുള്ള കഴിവ്, ഇന്ന ഇത്ഖാനക ഫിൽ ലുഗൽ അറബിയ ഭാഷയിലുള്ള നിനക്ക് കഴിവുണ്ടെങ്കിൽ യഫ്തഹു അമാമക, നിന്റെ മുമ്പിൽ തുറക്കും അബ്വാബൻ കസീറ, ഒരുപാട് വാതിലുകൾ, ഫി മജാലാത്തിൻ മുതനവ്വിഅ, വിവിധ മേഖലയിലുള്ള. Mastering the Arabic language opens door to various fields. ഇതുപോലെ മിസ്ലൽ ഇത്തിസാലാത്ത് വൽ ഇലാം വസിയാഹ വത്തിജാറ വൽ അഅമാൽ ഇദാരിയ വദ്ദിപ്ലോമസിയ വൽ അലാഖത്ത് ദുവലിയ. കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഇത്തിസാലാത്ത് കമ്മ്യൂണിക്കേഷൻ, വൽ ഇലാം മീഡിയാസ്, വസിയാഹ ടൂറിസം, വത്തിജാറ ട്രേഡ് ബിസിനസ്, വൽ അഅമാലിൽ ഇദാരിയ അഡ്മിനിസ്ട്രേഷൻ, അഅമാലിൽ ഇദാരിയ അഡ്മിനിസ്ട്രേഷൻ വർക്ക്, വദ്ദിപ്ലോമസിയ ഡിപ്ലോമസി, വൽ അലാഖാത്തി ദുവലിയ ഇൻ്റർനാഷണൽ റിലേഷൻസ് തുടങ്ങിയ എല്ലാ മേഖലകളിലും വലിയ സാധ്യതകളുള്ളതാണ് അറബി. വഹിയ ലുഗത്തുൽ ഇൽമി വൽ അദബി വത്തുറാസിൻ അളീമിൻ. അത് ലുഗത്തുൽ ഇൽമി, ലാംഗ്വേജ് ഓഫ് നോളജ്, വൽ അദബി, ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യത്തിൻ്റെയും വൈജ്ഞാനികതയുടെയും, വത്തുറാസിൻ, ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ ലാംഗ്വേജാണ്. അലീമൻ, മഹത്തായ പാരമ്പര്യമുള്ള ലാംഗ്വേജാണ്. കമ അന്നഹ ലുഗത്തുൻ റസ്മിയ, മാത്രമല്ല അത് ഒഫീഷ്യൽ ലാംഗ്വേജാണ്. ലുഗത്തുൻ റസ്മിയ, ഔദ്യോഗിക ഭാഷയാണ്. ഫി അക്സറ മിൻ 20 ദൗലത്തൻ ഫിൽ ആലം, ലോകത്ത് 20ലധികം രാഷ്ട്രങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടിയാണ് എന്ന് കൗൺസിലർ പറഞ്ഞപ്പോൾ താല്പര്യമെന്നോട് കൂടി. റജ ജാബിർ ഇല ബൈത്തിഹി, ജാബിർ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. റഅ വലിദഹു, തൻ്റെ പിതാവിനെ കണ്ടു. ജാലിസൻ ഫി ശുർഫ, ആ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. യഖ്റഉ കിതാബൻ, ഏതോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കഅദതിഹി, പതിവ് പോലെ, ആസ് യൂഷ്വൽ. പിതാവ് അധികം വായനക്കാരനാണ്, അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ നമുക്കൊരു വർക്കുണ്ട്. നുക്മിലു അൽ ഹിവാറ ബൈന ജാബിർ വ അബീഹി. ഉപ്പയും ജാബിറും തമ്മിൽ നടന്ന ഈ ഹിവാർ നമുക്കൊന്ന് സ്വന്തമായി ഒന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ. ജാബിർ അസ്സലാമു അലൈക്കും പറഞ്ഞു. അപ്പോൾ അല്ലാബ് വലൈക്കും അസ്സലാം എന്നായിരിക്കില്ല പറയാ. അറാക്ക, നിന്നെ കാണുന്നല്ലോ, ഫരിഹൻ ജിദ്ദ, വളരെ സന്തോഷവാനായിട്ട് കാണുന്നല്ലോ എന്ന് ഉപ്പ അങ്ങോട്ട് ചോദിച്ചു. അപ്പം ജാബിർ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? റജ ജാബിർ ഇല ബൈത്തിഹി, അങ്ങനെ ജാബിർ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ ജോബ് കൗൺസിലറെ കണ്ടിട്ട്. റഅ വാലിദഹു ജാലിസൻ ഫി ശുർഫ, അപ്പോൾ തൻ്റെ പിതാവ് ബാൽക്കണിയിലിരിക്കുന്നതായി കണ്ടു. യഖ്റഉ കിതാബൻ കഅദതിഹി, പതിവ് പോലെ എന്തോ ഒരു പുസ്തകവും വായിച്ചിരിക്കുന്നതാണ് കണ്ടത്. താഴെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് നുക്മിൽ അൽ ഹിവാറ ബൈന ജാബിർ വ അബീഹി, ജാബിറും തൻ്റെ പിതാവും തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ആക്ടിവിറ്റി തന്നത്. ജാബിർ അസ്സലാമു അലൈക്കും പറഞ്ഞു, വറഹ്മത്തുള്ളാഹ്. അപ്പോൾ അൽ അബു, ഉപ്പ എന്താ മറുപടി പറയേണ്ടത്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അറാക്ക ഫരിഹൻ ജിദ്ദ, ഞാൻ നിന്നെ വളരെ സന്തോഷവാനായിട്ട് കാണുന്നുണ്ടല്ലോ. ജാബിറെ, അറാക്ക, നിന്നെ ഞാൻ കാണുന്നു, ഫരിഹൻ ജിദ്ദ,
വളരെ സന്തോഷവാനായിട്ട്. അപ്പോൾ ജാബിർ എന്തോന്ന് പറഞ്ഞു, അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. തഷാവർതു മ അൽ മുസ്തഷാർ, ഒരു ജോബ് കൗൺസിലറിൻ്റെ അടുത്ത് പോയി ഞാൻ മുഷാവറ ചെയ്തിരുന്നു എന്നാണ് അതിൻ്റെ ലാസ്റ്റ് വേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് എന്തായിരിക്കും ചേർക്കേണ്ടതെന്ന് നമ്മുടെ ഐഡിയയിൽ എഴുതണം. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വജത്തു സഊബത്തൻ, മേലെ വന്നിട്ടുണ്ടല്ലോ, എനിക്ക് പ്രയാസം തോന്നി ഫി ഇത്തിഹാദി ഖറാരിൻ ബിശഇനി ദിറാസത്തിൽ ആലിയ, എൻ്റെ ഹയർ പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് പ്രയാസം തോന്നിയപ്പോൾ തശാവർതു അൽ മുസ്തഷാർ, അങ്ങനെ ഞാനൊരു മുസ്തഷാറിനുമായി കണ്ട് മുഷാവറ ചെയ്തിട്ടാണ് വരുന്നത് എന്ന് വേണമെങ്കിൽ ചേർക്കാം. അപ്പം വജത്തു സഊബത്തൻ ഫി ഇത്തിഹാദി ഖറാരിൻ ബിശഇനി ദിറാസത്തിൽ ആലിയ തശാവർതു അൽ മുസ്തഷാറിന് ചേർത്ത് കൊടുത്താൽ അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ അപ്പോൾ ജാബിർ അൽ അബ് ഉപ്പ അൽഹംദുലില്ലാ ജമീലുൻ ജിദ്ദ അല്ലാഹു യുബാരിക്കു ഫീ, വേണമെങ്കിൽ ഒരു അൽഹംദുലില്ലാ ചേർത്ത് കൊടുത്താൽ മതി. നല്ല തന്നെ, വളരെ നന്നായി, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്ന്. അപ്പം ജാബിർ അസംതു അലാ മുവാസലത്തി ദിറാസത്തി, അസംതു ഞാൻ ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ട് ഉപ്പ, അലാ മുവാസലത്ത ദിറാസത്തി, എൻ്റെ പഠനം തുടരാൻ. അല്ല അബു ഉപ്പ ഹസനൻ, വളരെ നല്ലത്. മാതാ തുരീദു അൻ തദ്റുസ, നീ എന്താ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഉരീദു അൻ അദ്റുസ അൽ ലുഗത്തൽ അറബിയ, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നത് അൻ അദ്റുസ പഠിക്കാനാണ്, അൽ ലുഗൽ അറബിയ, അറബി ഭാഷ ഒന്ന് നന്നായി പഠിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അല അബു മുംതാസ്, വളരെ നല്ലത്, എക്സലൻറ്റ്. അഫ്തഖിറു ബിക്, ഞാൻ അഭിമാനിക്കുന്നു, ഐ ആം പ്രൗഡ് ഓഫ് യു. വഫഖക അല്ലാഹു ലിസാലിക്, അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ഒരു പ്രാർത്ഥന അങ്ങ് കൊടുത്തു. അപ്പോൾ ജാബിർ എന്താ പറഞ്ഞിട്ടുണ്ടാകുക? ശുക്രൻ യാ അബീ എന്നരിക്കും. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഉപ്പ പറഞ്ഞു വഫഖക അല്ലാഹ്, അല്ലാഹു നിനക്ക് തൗഫീക്ക് നൽകട്ടെ. വഹഖഖ ലക ഉമൂറക്, നിൻ്റെ കാര്യങ്ങൾ അല്ലാഹു യാഥാർത്ഥ്യമാക്കി തരട്ടെ. ഉംനിയതക്, നിൻ്റെ സ്വപ്നങ്ങളിൽ അല്ലാഹു യാഥാർത്ഥ്യമാക്കി തരട്ടെ. ഹിവാർ നിങ്ങളുടെ ഐഡിക്കനുസരിച്ച് എങ്ങനെയും ഫില്ല് ചെയ്യാം. വഫക്ക എന്നൊക്കെ മാദിയായിട്ട് ഉപയോഗിക്കും, ദുആഇൻ്റെ അർത്ഥത്തിൽ മാദി ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ വഫഖക്കല്ലാഹ്, വഫഖല്ലാഹ് വഹഖഖ ലക ഉമൂറക്, നിൻ്റെ കാര്യങ്ങളിൽ അല്ലാഹു സഫലീകരിച്ചു തരട്ടെ. അങ്ങനെ ബഅദ ഫത്രത്തിന്, കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ജാബിർ അറബിയിലൊക്കെ ഇപ്പോൾ പഠിച്ച് നല്ല കഴിവൊക്കെ നേടാൻ തുടങ്ങി. ഒരു ദിവസം ഇൽത്തഖ ജാബിർ ബി ജാസിം, ജാസിമിനെ കണ്ടു. കുറച്ച് കാലത്തിന് ശേഷം അവൻ ജാബിറിനെ കണ്ടു. വനാഖഷ മഅഹു, എന്നിട്ട് അവനോട് ചർച്ച ചെയ്തു. മാ തഅല്ലമഹു മിനൽ ലുഗൽ അറബിയ, അവൻ അറബി ഭാഷ എന്തൊക്കെ പഠിച്ചു എന്നൊക്കെ കുറച്ച് കാലത്തിന് ശേഷം തൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ ചർച്ച ചെയ്തു. അപ്പോൾ ഫത്തലബ മിൻഹു അൻ യുർസില സീറത്തഹു സാത്തിയ ഇലാ ശരീക്കത്തി അൽ ഇത്തിഹാദ്. അപ്പോൾ അവൻ ഇവനോട് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, നീ ഒരു ബയോഡാറ്റ ഇത്തിഹാദ് കമ്പനിക്ക് അയക്ക്. അറബി ഭാഷയെല്ലാം കുറച്ചറിയുന്ന ആളെ ട്രാൻസ്ലേറ്ററിലായിട്ട് അവിടെ ആവശ്യമുണ്ട്. ഫത്തലബ മിൻഹു, അവനോട് ആവശ്യപ്പെട്ടു, അൻ യുർസില അയക്കണമെന്ന്, സീറത്തഹു സാത്തിയ എന്ന് പറഞ്ഞാൽ ബയോഡാറ്റ, ഇലാ ശരീക്ക കമ്പനി, ഇത്തിഹാദ് കമ്പനിയിലേക്ക് ഒരു ബയോഡാറ്റ അയക്ക്. അങ്ങനെ റജ ജാബിർ ഇല ബൈത്തിഹി, വീട്ടിലേക്ക് പോയിട്ട് ആദ സിറത്തഹു സാത്തിയ, തൻ്റെ ബയോഡാറ്റ തയ്യാറാക്കിയാണ്. ഇതാണ് ബയോഡാറ്റ. അതിലെന്തെല്ലാം ഉള്ളതെന്ന് നോക്കാം. അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം ജാബിർ അബ്ദുള്ള എന്ന് കൊടുത്തു. താരിഖുൽ മീലാദ്, അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. പിന്നെ മക്കാനുൽ മീലാദ്, പ്ലേസ് ഓഫ് ബർത്തും കൊടുത്തു, പാലക്കാട് അല്ലേ. അൽ ജിൻസിയ എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റി എന്നാണ്, ഇന്ത്യനാണ്. അൽ ഹിന്ദിയുൻ എന്നാണ് പറയുക. പിന്നെ അൽ ഹാലത്തുൽ ഇജ്തിമാഇയ, മെരിറ്റൽ സ്റ്റാറ്റസ് കൊടുത്തു. അസബ് എന്ന് പറഞ്ഞാൽ സിംഗിളാണ്, വിവാഹിതനല്ല, ബാച്ചിലറല്ല. ബാച്ചിലറാണെങ്കിൽ മുത്തസവ്വിജ് എന്ന് കൊടുക്കും. അൽ ഉൻവാൻ, ഇപ്പോൾ അഡ്രസ്സ് ദാറുൽ അമാൻ, ഷാരി മക്തബിൽ ബരീദ്, പോസ്റ്റ് ഓഫീസ് റോഡ്, ഷാരി എന്ന് പറഞ്ഞാൽ റോഡ്, മക്തബിൽ ബരീദ്, പോസ്റ്റ് ഓഫീസ് റോഡ്, പാലക്കാട്, കേരള. അൽ ഹിന്ദ് എന്ന്. പിന്നെ റഖ്മുൽ ഹാത്തിഫ്, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അൽ ബരീദുൽ ഇലക്ട്രോണിക്, ഇമെയിൽ അഡ്രസ്,
മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ അൽ ഹദഫുൽ മിഹ്നി എന്ന് പറഞ്ഞാൽ കരിയർ ഒബ്ജക്റ്റീവ്. ഹദഫ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്. അൽ മിഹ്നി ജോലി, എന്ത് ജോലിയാണ് ഉദ്ദേശിക്കുന്നത്, കമ്പനിയിൽ എന്താകാനാണ് ഉദ്ദേശിക്കുന്നത്, കരിയർ ഒബ്ജക്റ്റീവ് എന്താണ്. അവൻ കൊടുത്തെന്ന അവദ്ദു ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അഹ്സുല അല ഫുർസത്തി അമലിൻ ഒരു ജോലി ചാൻസ് എനിക്ക് വേണം, ഫി മജാലി തർജുമ അവൽ മുവാസലാത്ത് തർജുമ ട്രാൻസ്ലേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ അവൻ്റെ ആഗ്രഹം ടു ഒബ്റ്റൈൻ എ ജോബ് ഓപ്പർച്യൂണിറ്റി ഇൻ ദി ഫീൽഡ് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അൽ മുഅഹിലാത്തുൽ ഇൽമിയ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അവൻ കൊടുത്തെന്ന അൽ ബക്കാലൂരിയൂസ് ഫി ഉലൂമി തിജാറ ബികോം, ഉലൂമു തിജാറ എന്നാണ് ബികോം ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ്, ബക്കാലൂരിയൂസ് ഫി ഉലൂമി തിജാറ കൊമേഴ്സ് ഉലൂമു തിജാറ, അപ്പം ബികോം. അതിന് പുറമെ ഡിപ്ലോമ ഫി തർജുമ ബൈനൽ ലുഗ അൽ അറബിയ വൽ ഇൻജിലീസിയ ഇംഗ്ലീഷ് അറബിക്ക്, ഇംഗ്ലീഷ് ടു അറബിക്, അറബിക് ടു ഇംഗ്ലീഷ് അങ്ങനെ ഉള്ള തർജുമയിൽ ഡിപ്ലോമയും കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. പിന്നെ ഡിപ്ലോമ ഫിൽ ലുഗ അൽ അറബിയ തിജാരിയ, ഡിപ്ലോമ ഇൻ ബിസിനസ് അറബിക്, അതൊക്കെയാണ് അവൻ്റെ യോഗ്യതകളായിട്ട് അവൻ കൊടുത്തത്. അപ്പോൾ അല്പകാല ശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് ചിലപ്പം വർഷങ്ങൾ 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. അൽ മഹാറാത്തുൽ ഹാസൂബിയ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്തൊക്കെയാണെന്ന്, കമ്പ്യൂട്ടർ സ്കിൽ എന്തൊക്കെയാണ് കൊടുത്തവൻ. ഉബുണ്ടു അറിയാം, വിൻഡോസ് അറിയാം, ബർമജത്തുൽ ഹസൂബ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിയാം, പിന്നെ ഇദ്ഖാലുൽ ബയാനാത്ത് ഡാറ്റ എൻട്രി അറിയാം. ഇതൊക്കെയാണ് അവൻ കൊടുത്തത്. പിന്നെ അല്ലുഗാത്ത് ഏതൊക്കെ ഭാഷ അറിയാമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അല്ലുഗത്തുൽ അറബിയ മുംതാസ്, എക്സലൻ്റ് ആയിട്ട് അറബി നന്നായിട്ട് ഇപ്പം പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ മോശമില്ല. അല്ലുഗ അൽ ഇൻജിലീസിയ ജയ്യിദ്, ഗുഡ്. പിന്നെ അൽ മഹാറത്തു ഷഖ്സിയ പേഴ്സണൽ സ്കിൽസ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അൽ അമലുൽ ദിംന ഫരീഖിൻ ഒരു ടീം വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ജന്മനായുണ്ട്. തവാസുൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അൽ ഖിയാദ ലീഡർഷിപ്പ് സ്കില്ലുണ്ട്. ഇതൊക്കെയാണ് അവൻ സ്കില്ലായിട്ട് അഡീഷണലായിട്ട് കാണിച്ചത്. ഇതാണ് ബയോഡാറ്റ. അത് നമ്മൾ ഈ സീറസാത്തിയ കണ്ടല്ലോ ബയോഡാറ്റ, ഇതുപോലെ നമ്മുടെ സ്വന്തം ഒരു ബയോഡാറ്റ തയ്യാറാക്കാൻ വേണ്ടി ഒരു വർക്ക് ആക്ടിവിറ്റി താഴെ കൊടുത്തിട്ടുണ്ട്. നുറാജി ഉസീറാത്തിയ ലി ജാബറിൻ്റെ ഈ ബയോഡാറ്റ നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് വനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം സീറത്തന അസാത്തിയ നമ്മുടെ ഒരു ബയോഡാറ്റ ഇതേ മോഡൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇനി മറ്റൊരു ആക്ടിവിറ്റി അടുത്ത പേജിൽ യുൽഖി ജാബർ ഖുത്ബത്തൻ അനിൽ ലുഗൽ അറബിയ. ജാബർ അറബി ഭാഷയെക്കുറിച്ചൊരു പ്രസംഗം നടത്തുകയാണ് അറബിയിൽ. ബി മുനാസബത്തിൽ ഇഹ്തിഫാലി ബിൽ യൗമിൽ ആലമി ലിൽ ലുഗൽ അറബിയ ഇൻ്റർനാഷണൽ അറബിക് ഡേ ഡിസംബർ 18 ആ ആഘോഷത്തോടനുബന്ധിച്ച് ബി മുനാസബത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച് ഒരു പ്രസംഗം നടത്തുകയാണ്. അപ്പോൾ നുസാഇദു ഹു നമുക്കവനെ സഹായിക്കാം അല ഇത്മാമിൽ ഖുത്ബ പ്രസംഗം പൂർത്തീകരിക്കാൻ. അവിടെ മുഖദ്ദിമ കൊടുത്തിട്ടില്ല, ഖാത്തിമയും കൊടുത്തിട്ടില്ല. പ്രസംഗത്തിൻ്റെ സ്റ്റാർട്ടിങ്ങും ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗവും കൊടുത്തിട്ടില്ല. ബാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളതിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കണം. ഈ കൊടുത്ത ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു മുഖദ്ദിമ എങ്ങനെ കൊടുക്കാമെന്ന് പരിശോധിക്കാം അല്ലേ. ഇങ്ങനെയാണ് അവിടെ കൊടുത്ത ഭാഗം. അൽയൗം ടുഡേ നുഖദ്ദിമു ലക്കും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു, അവതരിപ്പിക്കുന്നു. ലംഹ മുജസ എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഒരു ചെറിയ അല്പം അനിൽ ലുഗൽ അറബിയ വ അഹമ്മിയത്തി ദിറാസത്തിഹ അറബി ഭാഷയെക്കുറിച്ചും വ അഹമ്മിയത്തി ദിറാസത്തിഹ അത് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിയിങ് ഇറ്റ് ഫി ഹയാത്തിനൽ മുആസിറ
ഈ മോഡേൺ ലൈഫിൽ, നമ്മുടെ ഈ മോഡേൺ ലൈഫിൽ അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അറബി ഭാഷയെക്കുറിച്ചും അല്പവാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു. اللغة العربية ليست مجرد وسيلة للتخاطب. അറബി ഭാഷ എന്നാൽ ലൈസത്ത് മുജറദ വസീല, അത് വെറും ഒരു വസീല മാത്രമല്ല, ലിത്തഹാത്തുബി കമ്മ്യൂണിക്കേഷനുള്ള ഒരു മീൻസ് മാത്രമല്ല അത്. ദി അറബിക് ലാംഗ്വേജ് ഈസ് നോട്ട് മിയർലി എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ but here وعاء لحضارة عريقة وثقافة واسعة. It is the carrier of a great civilization and a rich culture. സഖാഫ എന്ന് പറഞ്ഞ കൾച്ചർ, വാസിഅ വിശാലമായ ഒരു സംസ്കാരത്തിൻ്റെയും, ഹലാറ എന്ന് പറഞ്ഞാൽ സിവിലൈസേഷൻ നാഗരികത, ഒരു വലിയ ഒരു നാഗരികതയുടെയും ആണ്, ഒരു കരിയറാണ് അറബി ഭാഷ. അറബി ഭാഷ ഒരു വലിയ സംസ്കാരത്തിൻ്റെയും വലിയൊരു നാഗരികതയും വഹിച്ചു കൊണ്ടുവന്ന ഒരു ഭാഷയാണ്. ഫി ഇസ്രാഇൽ സാഹമത്ത്, അത് പങ്കുവഹിച്ചിട്ടുണ്ട്. ഫി ഇസ്രാഇൽ മഅരിഫത്തിൽ ഇൻസാനിയ, മനുഷ്യ വിജ്ഞാനത്തെ സമ്പന്നമാക്കുന്നതിൽ. ദാറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു എൻറിച്ചിങ് ഹ്യൂമൻ നോളജ് ത്രൂ ഔട്ട് ദി സെഞ്ചുറീസ്, അബ്ര ഖുറൂനിൻ, നൂറ്റാണ്ടുകളായിട്ട്. തംതാസുൽ അറബിയ, അറബിക് ഭാഷ വേർതിരിയുന്നു. ബി ജമാലി തർക്കീബിഹ, അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭംഗി കൊണ്ടും. വ ദിഖത്തി തഅബീരിഹ, അതിൻ്റെ എക്സ്പ്രഷൻ്റെ കൃത്യത കൊണ്ടും. വ കസ്റത്തി തറാദുഫിഹ, അതിൻ്റെ വൊക്കാബുലറികളുടെ ആധിക്യം കൊണ്ടും. Arabic is distinguished by the beauty of its structure, precious of its expression, and the richness of its vocabulary. അതിൻ്റെ പദസമ്പത്തിൻ്റെ ആധിക്യം കൊണ്ടും അതിൻ്റെ എക്സ്പ്രഷൻ്റെ കൃത്യത കൊണ്ടും അതിൻ്റെ ഘടനയുടെ സൗന്ദര്യം കൊണ്ടൊക്കെ അറബി ഭാഷ പ്രത്യേകമാവുകയാണ്. ആ ഭാഷ മിമ്മ യഫ്തഹു അമാമ ദാരിസി, ഒരു വിദ്യാർത്ഥിക്ക് മുമ്പിൽ തുറന്നു തരുന്നുണ്ട്. ആഫാക്കൻ റഹ്ബ, വിശാലമായ ചക്രവാളം. ദിസ് ഓപ്പൺസ് എ ബ്രോഡ് ഹൊറിസൺസ് ഫോർ ലേണേഴ്സ് ലിൽ ആദാബി വൽ ഫിക്രി വൽ ഫുനൂൻ. സാഹിത്യരംഗത്തും ഭൗതിക രംഗത്തും കലാരംഗത്തുമൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് മുമ്പിൽ വലിയ ചക്രവാളങ്ങൾ തുറന്നു തരുന്നുണ്ട്. in the fields of literature, thought and the arts. ഇതാണ് കണ്ടൻറ്റ്. ഇതിന് ഒരു മുഖദ്ദിമയും നമുക്ക് തയ്യാറാക്കി കൊടുക്കണം, ഇതിന് ഒരു ഖാത്തിമയും തയ്യാറാക്കി കൊടുക്കണം. ബിദായും നിഹായും തുടക്കവും ഒടുക്കവും നമ്മൾ വെച്ചുകൊടുക്കണം എന്നതാണ്. ഒരു പ്രസംഗത്തിന് ആദ്യം എങ്ങനെയായിരിക്കണം ഏതൊരു പ്രസംഗം തന്നാലും തുടങ്ങേണ്ടത് എന്ന് നോക്കാം. പിന്നെ തുടക്കത്തിലൊരു സലാം പറയുന്നല്ലേതാണ്. السلام عليكم ورحمة الله وبركاته أيها الحاضرون الكرام أسعد الله أوقاتكم بالخير والسعادة يسرني أن ألقي أمامكم كلمة بمناسبة اليوم العالمي للغة العربية أيها الحاضرون الكرام أيها الحضار الكرام. ഇനി നമ്മൾ അവിടെ കൂടിയ എല്ലാവരെയും പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ വലസതിദത്തുൽ ഉലമാ വൽ അസ്തിഖാഉൽ അഇസ്സാ, ഇങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. യുൽ ഹാദിറുൽ കിറാം, മാന്യ സദസ്യരെ. വൽ അസ്തിഖാഉൽ അഇസ്സാ, പ്രിയപ്പെട്ട കൂട്ടുകാരെ. വൽ അസാതിദത്തുൽ ഉലമാ, ബഹുമാനപ്പെട്ട അധ്യാപകരെ. ഇങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അസ്അദല്ലാഹു ഔഖാതക്കും ബിൽ ഖൈരി വസ്സആദ എന്ന് സാധാരണ ഇങ്ങനെ പറയുന്നതാണ്. മുഴുവൻ സമയവും നമുക്ക് സന്തോഷവും ഖൈറും ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥന. അത് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം.
പിന്നെ യസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു അൻ ഉൽഖിയ അമാമക്കും നിങ്ങൾക്ക് മുമ്പിൽ കലിമത്തൻ അല്പവാക്കുകൾ പറയുന്നതിന് ബി മുനാസബത്തിൽ യൗമിൽ ആലമി ലിൽ അറബിയ ഇൻ്റർനാഷണൽ അറബിക് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് അൽ യൗമ ഇന്ന് ഉഖദ്ദിമു അമാമക്കും ലംഹ മുജസ അഹമിയത്തിൽ അറബിയ അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അല്പം ഞാൻ സംസാരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സലാമും അയ്യുഹൽ ഹാദിറുൽ കിറാമൊക്കെ പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അയ്യുഹൽ ഹുല്ലാറുൽ കിറാമൊക്കെ പറഞ്ഞതിന് ശേഷം യസുറുനി എനിക്ക് സന്തോഷം നൽകുന്നു അൻ ഉഖദ്ദിമലക്കും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കലിമത്തൻ മൂജസത്തൻ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ പോലെ ലംഹ മൂജസ അനിൽ അറബിയ. എന്നിട്ട് ബാക്കി നമ്മുടെ ടെക്സ്റ്റിലുള്ളതുപോലെ അങ്ങ് തുടരുകയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. തുടക്കത്തിലൊരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹിയും അയ്യുഹൽ ഹുല്ലാറുൽ കിറാം വൽ അസ്തിഖാ ഉൽ അഇസ്സ വൽ അസതിസത്തുൽ ഇലാം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചേർക്കൽ നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ ടെക്സ്റ്റിൽ അല്യൗമ നുഖദ്ദിമു ലക്കും ലംഹത്തൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് യസുറുനി എനിക്ക് സന്തോഷം നൽകുന്നു അൻ ഉഖദ്ദിമ അമാമക്കും നിങ്ങൾക്ക് മുമ്പിൽ ലംഹ മുജസ അല്പകാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് അങ്ങനെ ചെയ്യാം. അവസാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും 1-2 വാക്കുകൾ കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ശുക്റും കൂടെ പറഞ്ഞിട്ട് സലാം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അദ്ഉ സുമലാഇ, ഞാൻ എൻ്റെ കൂട്ടുകാരെ ക്ഷണിക്കുകയാണ്, ഇല ഇഹ്തിമാമിൻ ബിൽ അറബിയ വ തഅല്ലുമിഹ, അറബി ഭാഷയുടെ പ്രാധാന്യം, അത് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നുകൂടി ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഫഹിയ ലുഗത്തുൽ ഖുർആനിൽ കരീം, അത് ഖുർആൻ്റെ ഭാഷയാണ്. വല്ലുഗത്തുൻ ആലമിയ ഗനിയ ബിത്തുറാസി വൽ മഅരിഫ, പാരമ്പര്യവും വിജ്ഞാനങ്ങളെയും കൊണ്ട് സമ്പന്നമായ ഒരു ലോകഭാഷയാണ് എന്നൊക്കെ 2-3 വാക്കുകളും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ ഖാത്തിമ ഇങ്ങനെ പറയാം. വശുക്രൻ ലക്കും, നിങ്ങൾക്കൊക്കെ നന്ദി, അല ഹുസ്നിൽ ഇസ്തിമാ, ഇത്രനേരം ശ്രദ്ധിച്ച് കേട്ടതിന് നന്ദി, എന്നെ ശ്രവിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കലായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ ഐഡിയയിൽ ഏത് മോഡലിലും നമുക്ക് എഴുതാം. ഇനി നമുക്ക് മറ്റൊരു ആക്ടിവിറ്റിയാണ് നുഇദ്ദു ഹൽഖ, നമുക്കൊരു ഹൽഖ, ഒരു എപ്പിസോഡ് തയ്യാറാക്കാം. പ്രിപ്പയർ ആൻ എപ്പിസോഡ്, റേഡിയോ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. അൻ അഹമ്മിയത്തി ദിറാസത്തിൽ ലുഗത്തിൽ അജ്നബിയ, ദ ഇമ്പോർട്ടൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ലേണിംഗ് ഫോറിൻ ലാംഗ്വേജസ്. ലുഗാത്തുൽ അജ്നബിയ, ഫോറിൻ ലാംഗ്വേജസിൻ്റെ പഠനവും അതിൻ്റെ പ്രാധാന്യവും അവസരങ്ങളും. എന്തിനാ ഇങ്ങനെയുള്ള എപ്പിസോഡ് തയ്യാറാക്കുന്നത്? ലി ഇസാഅത്തിഹ അബ്റ റേഡിയോ അൽ മദ്രസിയ, സ്കൂൾ റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഒരു എപ്പിസോഡ് തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഘടനയിൽ തയ്യാറാക്കണം. അൽ മുസ്തമിഊന അൽ കിറാം, ഡിയർ ലിസണേഴ്സ്, ശ്രോതാക്കളെ, മർഹബൻ ബിക്കും ഫി ഹൽഖത്തിൻ ജദീദ ലി ബർനാമജിനാ ലുഗത്തുനാ ഹുവിയ്യത്തുനാ. മർഹബൻ ബിക്കും, വെൽക്കം, നിങ്ങൾക്ക് സ്വാഗതം. ഫി ഹൽഖത്തിൻ ജദീദ, പുതിയൊരു എപ്പിസോഡിലേക്ക്. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അവർ പ്രോഗ്രാം. ലി ബർനാമജിന, നമ്മുടെ പ്രോഗ്രാമിലെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രോഗ്രാമിനൊരു ടൈറ്റിൽ കൊടുത്തിന് അവർ ലാംഗ്വേജ് ഈസ് അവർ ഐഡൻറ്റിറ്റി, ലുഗത്തുന ഹുവിയ്യത്തുന എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എപ്പിസോഡിന് പറ്റിയ കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം, എന്നാലും ഇങ്ങനെ നമുക്കൊന്ന് ചെയ്യാൻ നോക്കാം. അൽ മുസ്തമിഊന അൽ കിറാം, ഡിയർ ലിസണേഴ്സ്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മർഹബൻ ബിക്കും ഫി ഹൽഖ ജദീദ ലി ബർനാമിജിന ലുഗത്തുന ഹുവിയ്യത്തുന എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹൽഖത്തുന അൽ യൗം, ഇന്ന് നമ്മുടെ എപ്പിസോഡ് അൻ അഹമ്മിയത്തി ദിറാസത്തിൽ ലുഗാത്തിൽ അജ്നബിയ, ഫോറിൻ ലാംഗ്വേജസ്
പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇന്ന തഅല്ലുമുൽ ലുഗാത്തിൽ അജ്നബിയ, ഫോറിൻ ലാംഗ്വേജ് പഠിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഫഹുവ യുസാഇദുന, അത് നമ്മെ സഹായിക്കുന്നു, അല തവാസുലി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മഅന്നാസി മിൻ മുഖ്തലിഫിൽ ബുൽദാൻ, വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ഭാഷ പഠിക്കൽ കൊണ്ട് നമുക്ക് കഴിയുന്നു, സഹായിക്കുന്നു. വയുഅരിഫുന, അത് നമ്മെ അറിയിക്കുന്നു, ബി സഖാഫാത്തിൻ വഹലാറാത്തിൻ മുത്തനവ്വിഅ, വിവിധ സിവിലൈസേഷനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും നമുക്ക് പരിചയപ്പെടാൻ അത് സാധിക്കുന്നു, സഹായിക്കുന്നു. കമ അന്ന മഅരിഫത്തൽ ലുഗാത്തി, അതുപോലെ തന്നെ ഭാഷകൾ അറിയുക എന്നത് തുസഇദു അത്തുല്ലാബ ഫിൽ ദിറാസത്തി വൽ ബഹ്സി വൽ ഹുസൂലി അലാ മഅലൂമത്തിൻ ജദീദ. തുസഇദു തുല്ലാബ, വിദ്യാർത്ഥികളെ സഹായിക്കുന്നു, ഫി ദിറാസത്തി, പഠനത്തിനും, വൽ ബഹ്സി, റിസേർച്ചിനും, വൽ ഹുസൂലി അല മഅലൂമാത്തിൻ ജദീദ, പുതിയ അറിവുകൾ നേടിയെടുക്കുന്നതിനും. ഇപ്പോൾ ഒരു ഭാഷ നമുക്കറിഞ്ഞാൽ ആ ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനും മറ്ററിവുകൾ നേടിയെടുക്കാനും റിസർച്ച് ചെയ്യാനും ഒക്കെ നമ്മെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല വതഫ്തഹു ലഹും ഫുർസൻ, നിങ്ങളുടെ മുമ്പിൽ വലിയ അവസരങ്ങൾ തുറന്നു തരും. അക്ബറ, വലിയ അവസരം, ഫിൽ മുസ്തഖ്ബിൽ, ഭാവിയിൽ നമ്മുടെ മുമ്പിൽ ആ ഭാഷ ഉണ്ടായാൽ വലിയ അവസരങ്ങൾ അത് കാരണമായി നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. ലിദാലിക, അതിനാൽ അലൈന അൻ നഹ്തമ ബിതഅല്ലുമിൽ ലുഗാത്ത്, അന്യ ഫോറിൻ ഭാഷകൾ പഠിക്കുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കൽ നമ്മുടെ കടമയാണ്. വഅൻ നുവാദിബ അലാ മുമാറസതിഹ, അതിനെ പരിശീലിപ്പിക്കൽ, പതിവാക്കുകയും ചെയ്യണം. വാലബ യുവാദിബു നുവാദിബു, അത് പതിവാക്കണം. അലാ മുമാറസതിഹ, അതിനെ പരിശീലിക്കുകയും ചെയ്യണം. വഇസ്തിഖ്ദാമിഹ ഫി ഹയാത്തിനൽ യൗമിയ, നമ്മുടെ ദിനജീവിതത്തിൽ ആ ഭാഷകളെ ഉപയോഗിക്കുകയും ചെയ്യണം. വഫിൽ ഖിതാം, അവസാനമായി നഷ്കുറുക്കും അലാ ഹുസ്നിൽ ഇസ്തിമാ, ശ്രദ്ധിച്ച് കേട്ടതിന് നന്ദി. വനൽതഖി ബിക്കും, നമുക്ക് കാണാം ഫി ഹഫ്ല അക്കാദിമ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. പേജ് നമ്പർ 13ലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കൽ നല്ലതാണ്. അറബി ഭാഷയിൽ സെൻറ്റൻസുകൾ പ്രധാനമായും 2 ഇനമാണ്. ഫിൽ അറബിയ തൻഖസിമുൽ ജുംല, ഒരു ജുംല, ഒരു സെൻറ്റൻസ് ഇല നൗഇനി അസാസൈനി, പ്രധാനമായും 2 തരമാണ്. അതിലൊന്ന് അൽ ജുംലത്തുൽ ഇസ്മിയ, മറ്റൊന്ന് അൽ ജുംലത്തുൽ ഫിഇലിയ. ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഹിയൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ, ഒരു ഇസ്മ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും. ഇസ്മ, ഫിഇല് അല്ലേ, നാമങ്ങൾ, ഫിഇല് പ്രവർത്തനങ്ങൾ. അപ്പോൾ നാമങ്ങൾ കൊണ്ട് തുടങ്ങപ്പെടുന്ന സെൻറ്റൻസ് മിക്കവാറും അത് ഉണ്ടാകുക ഒരു മുബ്തദയും ഒരു ഖബറും. നമുക്ക് നോക്കാം. തതകവ്വനു ഗാലിബൻ, മിക്കവാറും ആ സെൻറ്റൻസ് രൂപപ്പെടുന്നത് മിൻ മുബ്തദഇൻ വ ഖബരിൻ എന്നാണ്. ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. അത്വാലിബു മുജ്തഹിദുൻ, ഈ വിദ്യാർത്ഥി വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവനാണ്. അപ്പോൾ അത്വാലിബു എന്നാണ് സെൻറ്റൻസിൻ്റെ തുടക്കം. അതൊരു ഇസ്മാണ്, ഫീലല്ല. വിദ്യാർത്ഥി, മുജ്തഹിദുൻ, ഹാർഡ് വർക്ക് ചെയ്യുന്നവനാണ്. മറ്റൊരു സെൻറ്റൻസ് പറയാം. അൽ ജവ്വു, അന്തരീക്ഷം, ജമീലുൻ, സുന്ദരമാണ്. അൽ മുഅല്ലിമു, അധ്യാപകൻ, ഹാദിറുൻ, പ്രസൻ്റാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇസ്മു കൊണ്ടാണ് തുടങ്ങിയത്. ഇനി നമുക്ക് താഴെയുള്ള ആ ഇനം ഒന്ന് പരിശോധിക്കാം. ജുംലത്തുൽ ഫിഇലിയ എന്ന് പറഞ്ഞാൽ ഹിയൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഫിഇലിൻ, ഒരു ഫിഇല് കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ്. മിക്കവാറും അതുണ്ടാകുക ഒരു ഫിഇല്, അതിൻ്റെ ഫായില്, ചിലപ്പോൾ അതിന് മഫൂലും പറയും. തതകവ്വനു ഗാലിബൻ, മിക്കവാറും അത് രൂപപ്പെടുന്നത് മിൻ ഫിഇലിൻ പ്ലസ് ഫായില് പ്ലസ് മഫ്ഊൽ ബിഹി ഇൻദൽ ഹാജ. മഫ്ഊൽ ബിഹി എപ്പോൾ ഉണ്ടാണെന്നില്ല, ഒരു പ്രവൃത്തി ചെയ്താളും. പിന്നെ എന്തിനേന്നും കൂടെ പറയുന്നുണ്ടെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ അതിനെ പറയാം, മഫ്ഊൽ എന്ന് പറയും. ഒരു ഉദാഹരണം നോക്കുക. കത്തബ താലിബ് ദർസ എന്ന് പറയുമ്പോൾ കത്തബ കണ്ട, ആ സെൻറ്റൻസ് തുടങ്ങിയത് കത്തബ, എഴുതി എന്ന മാതിയായ ഫീലുകൊണ്ടാണ്. അത്താലിബു, ആ വിദ്യാർത്ഥി, ദർസ, പാഠം എഴുതിയുന്നുണ്ട്. അത് ഫീലും ഉണ്ട്, ഫായിലും ഉണ്ട്. എന്തിനെ എഴുതി? പാഠത്തെ. മഫ്ഊലും ഉണ്ട്. മറ്റൊരു ഉദാഹരണം നോക്കിയാൽ ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസ. ദഹബ ഫീലുണ്ട്, മുഹമ്മദുൻ ഫായിലുണ്ട്, പക്ഷെ മഫ്ഊലൊന്നുമില്ല. ഇലൽ മദ്രസ എന്നുള്ളത് ജാറ മജ്റൂറാണ്. അത് മാദി തന്നെയാണെന്നൊന്നുമില്ല. യഖ്റഉ അൽ വലതു, കുട്ടി വായിക്കും. അൽ കിതാബ, പുസ്തകത്തെ. ആടെയും ഫായിലും ഫായിലും മഫ്ഊലുണ്ട്. ഇങ്ങനെ ഫീല് കൊണ്ട് തുടങ്ങപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ജുംലത്തുൽ ഫിഇലിയ എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ ഇസ്മു കൊണ്ടാണ് തുടങ്ങപ്പെടുന്നതെങ്കിൽ അതിനെ ജുംലത്തുൽ ഇസ്മിയ.
നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ഷോർട്ടാക്കി ഇങ്ങനെ പറയാം. ഖായിദ സഹ്ല ലിൽ ഹിഫ്ലി നമ്മൾ മനഃപ്പാടാക്കാൻ വേണ്ടി അതിൻ്റെ തിയറി ഇങ്ങനെയാണ്. ഇസ്മിയ എന്നാൽ തുബ്ദ ഉബി ഇസ്മിൻ, ഇസ്മ കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലത്തുൽ ഇസ്മിയ, തുബ്ദ ഉബി ഫിഇലിൻ ജുംലത്തുൽ ഫീലിയ. ഇത് മാത്രം മനസ്സിലാക്കുക. ഇനി നമുക്ക് 13ാമത്തെ പേജിലേക്ക് വരാം. ഇവിടെ പേജ് നമ്പർ 13-ൽ 2 കോളം കാണാം, എ ബി കോളം. ആദ്യത്തെ കോളത്തിൽ അൽ ഹിന്ദു ദൗലത്തുൻ കബീറത്തുൻ, ഇന്ത്യ വലിയ ഒരു രാജ്യമാണ്. ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി. അപ്പോൾ അൽ ഹിന്ദു എന്നുള്ളൊരു ഇസ്മാണ്, നാമമാണ്, ഒരു നോമിനൽ സെൻറ്റൻസാണ്. നാമം കൊണ്ട് തുടങ്ങിയ, ഇസ്മ കൊണ്ട് തുടങ്ങിയ സെൻറ്റൻസ് ജുംലത്തുൽ ഇസ്മിയയാണ്. രണ്ടാമത്തത് അസിയാഹത്തു ബാബുൻ വാസിഉൻ ലിത്തആറുഫി ബൈനന്നാസ്. നമുക്കിവിടെ അസിയാഹത്തു ബാബുൻ അതേ പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. അസിയാഹത്തു എന്നുള്ളത് ടൂറിസം എന്നാണ്, അതും ഒരു ഇസ്മാണ്, നൗണാണ്. ടൂറിസം ഈസ് എ വൈഡ് ഗേറ്റ് വേ. ബാബുൻ വാസിഉൻ വിശാലമായ ഒരു ഗേറ്റാണ്. ലിത്തആറുഫി ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ അറിയാൻ വേണ്ടി, ഫോർ പീപ്പിൾ ടു ഗെറ്റ് ടു നോ വൺ അനദർ എന്ന് പറയാം. പരസ്പരം അറിയാൻ വേണ്ടിയുള്ള ഒരു വലിയ വാതിലാണ് ശരിക്കൊരു ടൂറിസം. നമ്മുടെ പരിഗണന അസിയാഹത്തു എന്നത് മുബത്തദ, ബാബു എന്നുള്ളത് അതിൻ്റെ ഖബർ. തുടങ്ങുന്നത് നൗണ് കൊണ്ടാണ്, ഇസ്മ കൊണ്ടാണ്. അപ്പോൾ ഇതും ജുംലത്തുൽ ഇസ്മിയാണ്. മൂന്നാമത്തത് അൽ ലുഗത്തു ഹുവിയ്യത്തു ഷഅബി. അൽ ലുഗത്തു ഭാഷ, ലാംഗ്വേജ് ഈസ് ദി ഐഡൻറ്റിറ്റി ഓഫ് എ നേഷൻ. ഒരു ഷഅബ് എന്ന് പറഞ്ഞ ഒരു ജനവിഭാഗത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ലുഗ, ഭാഷ. അപ്പോൾ അത് 3 സെൻറ്റൻസും തുടങ്ങിയത് ഇസ്മ കൊണ്ടായതിനാൽ അത് 3ഉം നോമിനൽ സെൻറ്റൻസാണ്, ജുംലത്തുൽ ഇസ്മിയാണെന്ന് പറയാം. അടുത്ത സെൻറ്റൻസ്, അടുത്ത കോളത്തിൽ യഈഷു അൽ ഹുനൂദ്, ഇന്ത്യക്കാർ ജീവിക്കുന്നത്, മഅൽ മവദ്ദത്തി സ്നേഹത്തോടെയും, വത്തലാമുനി പരസ്പര സൗഹാർദ്ദത്തോടെയും കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻസ് ലിവ് വിത്ത് ലവ് ആൻഡ് ഹാർമണി എന്ന് പറയുമ്പോൾ യഈഷു എന്നത് ആഷ എന്ന മാലിയുടെ മുലാരിയായ ഫീലാണ്. ആഷ ജീവിച്ചു, യഈഷു ജീവിക്കുന്നു. അത് ഫീലാണ്. ഫീൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ജുംലത്തുൽ ഫിഇലിയ എന്നല്ല പറയുക, വെർബൽ സെൻറ്റൻസസ്. വെർബ് കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ്, ഫീൽ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ്. അതുപോലെ അടുത്ത വരി നോക്കിയേ, ഖറഅ ത്വാലിബു വിദ്യാർത്ഥി വായിച്ചു, അൽ ജരീദത്തൽ യൗമിയ ന്യൂസ് പേപ്പർ. അതും ഒരു ഫീല് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് ഖറഅ വായിച്ചു, ഫീല് അതിൻ്റെ ഫായിലാണ്. ത്വാലിബ് ആര് വായിച്ചു, എന്തിനെ വായിച്ചു, മഫ്ഊല്. അതും ഒരു ഫീലിയായ ജുംലത്തുൽ ഫിഇലിയാണ്, വേർബലാണ്. അടുത്തത് തുദറസു അൽ ലുഗൽ അറബിയ, അറബി ഭാഷ പഠിപ്പിക്കപ്പെടും. ഫി മദാരിസി കേരള, കേരളത്തിലെ സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കപ്പെടുന്നു. അപ്പോൾ തുദറസു പഠിപ്പിക്കപ്പെടുന്നു എന്നതും ഒരു ഫീലാണ്. അപ്പോൾ ഇത്തരം ഫീല് കൊണ്ട് തുടങ്ങുന്ന എല്ലാ സെൻറ്റൻസുകളെയും ജുംലത്തുൽ ഫീലിയ എന്ന് പറയുന്നു. താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സുന്നിഫത്തുൽ ജുമലു സെൻറ്റൻസുകൾ ക്ലാസിഫൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫിൽ ജദ്വലി ഈ കോളത്തിൽ അല ഖിസ്മൈനി 2 ടൈപ്പായിട്ട്. അല ഐ അസാസിൻ തമ്മഹാദ തസ്നീഫ്, ഏത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 2ആയി തിരിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നുമില്ല, ഫീൽ കൊണ്ട് തുടങ്ങപ്പെടുന്നത് ഫീലിയ, ഇസ്മി കൊണ്ട് തുടങ്ങപ്പെടുന്നത് ഇസ്മിയ, നോമിനൽ ആൻഡ് വേർബൽ സെൻറ്റൻസസ്. ഇനി താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട്, നഖ്റഉ നമുക്ക് വായിക്കാം, അൽഫി ഖറഅ പാരഗ്രാഫിനെ, വനഖ്താറു എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, മിൻഹ അതിൽ നിന്ന് ഏതൊക്കെയാണ്, അൽ ജുമലൽ ജുംലത്തിൻ്റെ ജമ്മാണ് ജുമൽ, ജുമലൽ ഇസ്മിയ ഇസ്മിയായ സെൻറ്റൻസുകൾ ഏതൊക്കെ, വൽ ഫിഇലിയ ഫിഇലിയായ സെൻറ്റൻസുകൾ ഏതൊക്കെ എന്ന് നമുക്ക് വേർതിരിക്കാം. ആ പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽ മദ്രസത്തു മർക്കസുൻ മുഹിമ്മുൻ ലിത്തഅല്ലുമി വബിനാഇൽ മുസ്തഖ്ബിൽ. സ്കൂൾ എന്ന് പറഞ്ഞാൽ മർക്കസുൻ മുഹിമ്മുൻ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻ്ററാണ്, കേന്ദ്രമാണ്. ലിത്തഅല്ലുമി വബിനാഇൽ മുസ്തഖ്ബിൽ
പഠിക്കാനും ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനുള്ള ദ സ്കൂൾ ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് സെൻറ്റർ ഫോർ ലേണിംഗ് ആൻഡ് ബിൽഡിംഗ് ദി ഫ്യൂച്ചർ. അസ്സഫു ബിഅത്തുൻ മുനല്ലമത്തുൻ. ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ക്ലാസ് റൂം. അസ്സഫു ബിഅത്തുൻ മുനല്ലമത്തുൻ ഒരു ഓർഗനൈസ്ഡ് എൻവറോൺമെൻ്റാണ്. തുസായിദു അലൽ ഫഹ്മി വൽ ഇദ്റാക്കി മനസ്സിലാക്കാനും ലേൺ ചെയ്യാനും ആ ക്ലാസ് നമ്മെ സഹായിക്കും. ദി ക്ലാസ് റൂം ഈസ് ആൻ ഓർഗനൈസ്ഡ് എൻവറോൺമെൻറ്റ് ദാറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ. അൽ മുഅല്ലിമു ഖുദുവത്തുൻ ഹസന ലിത്തുല്ലാബി. ഒരു അധ്യാപകൻ ഖുദുവത്തുൻ ഹസന ഒരു നല്ല റോൾ മോഡലാണ്. ആർക്ക്? ലിത്തുല്ലാബി കുട്ടികൾക്ക്. ഏതൊക്കെ വിഷയത്തിൽ? ഫിസുലൂക്കി ബിഹേവിയറിലും വൽ ഇൽമി നോളജിലും. അപ്പോൾ ദ ടീച്ചർ ഈസ് എ ഗുഡ് റോൾ മോഡൽ ഫോർ സ്റ്റുഡൻസ്. ഏതൊക്കെ വിഷയത്തിൽ? ഇൻ ബിഹേവിയർ ആൻഡ് നോളജ്. അടുത്തത് യദ്ഹബു തുല്ലാബു ഇലൽ മദ്രസത്തി. കുട്ടികൾ പോകുന്നു സ്കൂളിലേക്ക്. ഫിസ്വബാഹിൽ ബാക്കിർ അതിരാവിലെ. ബിനഷാത്തിൻ വഹയവിയ. സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ ഏർലി ഇൻ ദി മോർണിംഗ്. എങ്ങനെ? വിത്ത് നഷാത്ത്, വിത്ത് എനർജി ആൻഡ് എന്തൂസിയാസം. ബിനഷാത്തിൻ വഹയവിയത്തിൻ വളരെ ആക്റ്റീവായിട്ട് വളരെ ഉന്മേഷത്തോടു കൂടി കുട്ടികൾ എന്നും രാവിലെ സ്കൂളിലേക്ക് പോകുന്നു. യബ്ദ ഉദ്ദർസു ഫിൽ മൗഇദി. യബ്ദ ഉദ്ദർസു പാഠം തുടങ്ങുന്നു. ഫിൽ മൗഇദി കൃത്യസമയത്ത് തന്നെ ക്ലാസ് തുടങ്ങുന്നു. മൗഇദ് എന്ന് പറഞ്ഞാൽ ഓൺ ടൈം, കൃത്യസമയത്ത് തന്നെ തുടങ്ങുന്നു. വയഷ്റഹുൽ മുഅല്ലിമു അൽ മൗദൂഅ. അധ്യാപകൻ വിഷയങ്ങൾ സബ്ജക്റ്റുകൾ വിശദീകരിക്കുന്നു. ബി ഉസ്ലൂബിൻ വാളിഹിൻ വ്യക്തമായ രീതിയിൽ ടോപ്പിക്ക് വിശദീകരിക്കുന്നു. ആൻഡ് ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദി ടോപ്പിക് ക്ലിയർലി. യക്തുബു തുല്ലാബു അല മുലാഹദാത്തിഹിം ബി ഇഹ്തിമാമിൻ. കുട്ടികൾ എഴുതുന്നു. മുലാഹദാത്തിഹിം ബി ഇഹ്തിമാമിൻ. ആ മുലാഹദകൾ വളരെ ശ്രദ്ധയോടുകൂടി എഴുതുന്നു. യക്തുബു തുല്ലാബു കുട്ടികൾ എഴുതുന്നു. മുലാഹദാത്തിഹിം ബി ഇഹ്തിമാമിൻ അവരുടെ നോട്ടുകൾ വളരെ ശ്രദ്ധയോടുകൂടി എഴുതുന്നു. വയതആവനൂന അവർ സഹകരിക്കുന്നു. മഅ സുമലാഇഹിം അവരുടെ കൂട്ടുകാരോടൊത്ത് അസ്നാ തഅല്ലുമി പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ. ദ സ്റ്റുഡൻസ് ലിസൺ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നു. അവരുടെ മുലാഹദകൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു? അറ്റൻറ്റീവ്ലി. പിന്നെ തആവനൂന അവർ പരസ്പരം സഹകരിക്കുന്നു, കോപ്പറേറ്റ് ചെയ്യുന്നു വിത്ത് ദെയർ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ഡ്യൂറിങ് ലേണിംഗ്. പിന്നെ അന്നലാഫത്ത് ഉൻവാനുൽ മദ്രസത്തി. ഈ ക്ലീൻനെസ്, നലാഫത്ത് ശുദ്ധി എന്നത് അത് സ്കൂളിൻ്റെ ഒരു എന്താ പറയുക മെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉൻവാൻ എന്ന് പറഞ്ഞാൽ അഡ്രസ്സാണെന്നർത്ഥം. ക്ലീൻനെസ് ഈസ് അഡ്രസ് ഓഫ് എ സ്കൂൾ. വയസ് അൽ ജമീഉ എല്ലാവരും പരിശ്രമിക്കുന്നു. അലൽ മുഹാഫളത്തി അലിഹ അതിനെ സൂക്ഷിക്കാൻ വേണ്ടി, ആ ശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി. എവരി വൺ കെയർ ടു മെയിൻറ്റെയിൻ ക്ലീൻനെസ്. നമ്മൾ കണ്ടെത്തണം ഏതൊക്കെയാണ് ജുംലത്തുൽ ഇസ്മിയ, ഏതൊക്കെയാണ് ജുംലത്തുൽ ഫീലിയ. നമുക്ക് കണ്ടെത്തിക്കൂടെ? സ്റ്റാർട്ടിങ്ങിൽ എന്നതാ അൽ മദ്രസത്തു മർക്കസുൻ മുഹിമ്മുൻ. അതൊരു പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസാണ്. സ്കൂള് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ലിത്തഅല്ലുമി വബിന ഇൽ മുസ്തഖ്ബിൽ. അതൊറ്റ ഒരു സെൻറ്റൻസാണ്. ആ സെൻറ്റൻസ് നമുക്ക് ഒരു ഇസ്മിയായ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയാം. അൽ മദ്രസത്തു മർക്കസുൽ മുഹിമ്മുൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സെൻറ്റൻസ് ആയി. പിന്നെ അതിൻ്റെ കൂടെയുള്ളതും കൂടെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അൽ മദ്രസത്തു മർക്കസുൽ മുഹിമ്മുൻ എന്ന് മാത്രം പറയാം. അതൊരു ഇസ്മിയായ സെൻറ്റൻസ് ആയി. അത് രണ്ടാമത്തത് അസ്സഫു ബിഅത്തുൻ മുനല്ലമത്തുൻ. അത് രണ്ടാമത്തെ സെൻറ്റൻസായി. ക്ലാസ് എന്ന ബിഅത്തുൻ മുനല്ലമത്തുൻ ഒരു ഓർഗനൈസ്ഡ് എൻവറോൺമെൻറ്റാണ്. അതും ഇസ്മ കൊണ്ട് തുടങ്ങുന്നതുകൊണ്ട് ജുംലത്തുൽ ഇസ്മിയായി. പിന്നെ അടുത്തത് തുസാഇദു അലൽ ഫഹ്മി വൽ ഇദ്റാഖി. തുസാഇദു
അല്ല, നേരത്തെ മൊത്തം ഒരു സെൻറ്റൻസ് ആയതുകൊണ്ട് അതങ്ങനെ അങ്ങനെ പോട്ടെ. അടുത്ത സെൻറ്റൻസ് അൽ മുഅല്ലിമു ഖുദുവത്തുൻ ഹസനത്തുൻ. അത് അടുത്തത്. മൂന്നാമത്തെ സെൻറ്റൻസും അൽ മുഅല്ലിമു എന്ന ഇസ്മി കൊണ്ട് തുടങ്ങിയതുകൊണ്ട് അതിനെ നമുക്ക് ഇസ്മിയാക്കാം. ഇതിപ്പം പറഞ്ഞത് ഏറ്റവും ഇസ്മിയായ സെൻറ്റൻസ് ആണ്. നാലാമത്തെ സെൻറ്റൻസ് യദ്ഹബു, കണ്ട ഫീൽ കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് യദ്ഹബു തുല്ലാബു ഇലൽ മദ്രസത്തി എന്നത് നമുക്ക് ഫീലിയായ ജുംലയായിട്ട് കൂട്ടാം. അടുത്തത് യബ്ദ ഉദ്ദർസു എന്നുള്ളത് അതും ഫീലി കൊണ്ടാണ് തുടങ്ങുന്നത്. യക്തുബു തുല്ലാബു വീണ്ടും അടുത്ത സെൻറ്റൻസ്. അങ്ങനെ ഓരോ ഫുൾ സ്റ്റോപ്പിന് ശേഷമുള്ള സെൻറ്റൻസ് എന്തുകൊണ്ടാണ് തുടങ്ങുന്നത് നോക്ക്. എന്നിട്ട് അതിനനുസരിച്ച് അത് ഫീലിയാണോ ഇസ്മിയാണോ തീരുമാനിക്കുക. ഒരുപാട് ഫീലിയായി ഇസ്മിയായ ജുംലകൾ ഈ പാരഗ്രാഫിൽ നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് താഴെ നുലാഹിദുൽ മുസ്തത്തീല, നമുക്ക് ആ ചതുരം ഒന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് വനുകവ്വിനു മിൻഹു സലാസ ജുമലിൻ ഇസ്മിയ, അതിൽ നമുക്ക് 3 ഇസ്മിയായ സെൻറ്റൻസ് ഉണ്ടാക്കാം, പിന്നെ ഫീലിയായ സെൻറ്റൻസും ഉണ്ടാക്കാം. ബ്രാക്കറ്റിൽ എന്തെല്ലാം ഉള്ളത്? കേരള എന്നുണ്ട്, കേരള തക്കഉ സ്ഥിതി ചെയ്യുന്നു. വിലായത്തുന്നുണ്ട്, ഫീ എന്നുണ്ട്, ജനൂബ് എന്നുണ്ട്, ജനൂബ് തെക്ക് ഭാഗം. യസ്കുനു താമസിക്കും, അഹ്ല നാട്ടുകാർ, മഅ തലാമുൻ പരസ്പരം ഹാർമണിയോടുകൂടി, ജമീല സുന്ദരമായ, അൽ ഹിന്ദ് ഇന്ത്യ, ബലദുൻ നാട്, സിറായിയ കാർഷികം, യുഹിബു ഇഷ്ടപ്പെടുന്നു, സ്വഅമാ നേതാക്കൾ. ഇങ്ങനെ പല ഇതും കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ചേർത്തിട്ട് നമുക്ക് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കി വെക്കാം. ഒരു ഉദാഹരണം പറയാം. കേരള വേണ്ട, കേരള വിലായത്തുൻ ജമീലത്തുൻ. ഞാൻ കേരള എന്ന് മേലെ നിന്ന് എടുത്തു, വിലായത്തുനിന്ന് ആ സെൻറ്റൻസ് മുപ്പത്തത് ഖബറിട്ട് ക്ലോസ് ചെയ്തു, ഒരു ജമീലത്തുനിന്ന് താഴ്ന്ന് അതും കൂടെ കൊടുത്തിട്ട് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റി. ഇസ്മിയായ സെൻറ്റൻസ് ആണത്. കേരള വിലായത്തുൻ ജമീലത്തുൻ. ഇനി നമുക്കൊരു ഫീലിയായത് പറയട്ടെ. തക്കഉ സ്ഥിതി ചെയ്യുന്നു, കണ്ട തക്കഉ വിലായത്തു കേരള ഫി ജനൂബിൽ ഹിന്ദി. രണ്ടാമത്തെ സെൻറ്റൻസ് ആയേ തക്കഉ വിലായത്തു കേരള ഫി ജനൂബിൽ ഹിന്ദി, തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഞാൻ മൂന്നാമത്തെ സെൻറ്റൻസ് പറയട്ടെ. യസ്കുനു ചേർത്തിട്ട് പറയാം, ഫീലിയായതായിക്കോട്ടെ. യസ്കുനു അഹ്ലു കേരള, കേരളത്തിലെ ജനങ്ങൾ താമസിക്കുന്നു. മഅത്തലാമുൻ സൗഹാർദ്ദത്തോടെ വസിക്കുന്നു. ഇനിയും സെൻറ്റൻസ് ഉണ്ടാക്കാമല്ലോ അതിൽ. ഇനി നമുക്ക് എന്തെല്ലാം ബാക്കിയുണ്ട്? ബലദ് ഉണ്ട്, സിറായിയ ഉണ്ട്, സുഅമ ഉണ്ട്. പറയട്ടെ. കേരള ബലദുൻ സിറായിയത്തുൻ, കേരള ഒരു കാർഷിക രാജ്യമാണ്. പറ്റും. ഇനി യുഹിബു ചേർത്തിട്ട് പറയട്ടെ. യുഹിബു ഇഷ്ടപ്പെടുന്നു, ആര് എടുക്കണം? അഹ്ലു കേരള, കേരളക്കാർ ഇഷ്ടപ്പെടുന്നു. സുഅമാ, അങ്ങനെ എന്തെങ്കിലും ചേർത്ത് നമുക്ക് 4-5 സെൻറ്റൻസ് ഉണ്ടാക്കാം. ചിലത് ഇസ്മിയായിരിക്കും, ചിലത് ഫീലിയായിരിക്കും. പിന്നെ അതിൻ്റെ താഴെ അടുത്ത പേജ് 14-ാമത്തെ പേജ് നുലാഹിലുൽ കലിമാത്ത് വ നുറത്തിബുഹ കമാ ഫിൽ മിസാൽ. അവിടെ സെൻറ്റൻസ് ഈ വേർഡ്സുകളൊക്കെ തന്നിട്ടുണ്ട്, കലിമാത്തുകൾ തന്നിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യണം? അതിനെ നുറത്തിബുഹ ഓർഡർ ചെയ്യണം, തർത്തീബ് ചെയ്യണം. കമാഫിൽ മിസാൽ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അൽ കലിമാത്തു വേർഡ്സ്, അത് അൽ മഅരിഫത്തു തുല്ലാബു യക്തസിബ് 3 വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. മഅരിഫത്തു എന്ന് പറഞ്ഞാൽ അറിവ്, തുല്ലാബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, യക്തസിബ് എന്ന് പറഞ്ഞാൽ നേടും. അപ്പോൾ യക്തസിബ് ഫീൽ കൊണ്ട് തുടങ്ങി. യക്തസിബു തുല്ലാബു വിദ്യാർത്ഥി നേടും, അൽ മഅരിഫത്ത അറിവിനെ. ശരി. അല്ലെങ്കിൽ എന്താ ചെയ്യുക? തുല്ലാബ് കൊണ്ട് തുടങ്ങാം, ഇസ്മിയാക്കിയിട്ട് മാറ്റാം. എങ്ങനെ? അത്തുല്ലാബു വിദ്യാർത്ഥികൾ, യക്തസിബൂന അവർ നേടും, അൽ മഅരിഫത്ത അറിവിനെ. രണ്ടും ഒരേ മീനിങ് ആണ്. പക്ഷേ ആദ്യത്തേൽ ഫീൽ കൊണ്ട് തുടങ്ങി ജുംലത്തിൽ ഫീലിയാക്കി മാറ്റി, മറ്റൊന്ന് ഇസ്മിയാക്കി മാറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. യക്തസിബു തുല്ലാബു അൽ മഅരിഫത്ത, യക്തസിബു ഫീല്, തുല്ലാബു ഫായില്, അൽ മഅരിഫത്ത മഫൂല്. വായിക്കുമ്പോൾ അൽ മഅരിഫത്ത എന്ന് വായിക്കണം. യക്തസിബു തുല്ലാബു അൽ മഅരിഫത്ത.
ഇനി നമ്മൾ തുല്ലാബ് കൊണ്ട് തുടങ്ങാം. അത്തുല്ലാബു. അപ്പോൾ എക്തസിബു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ ജമ്മാക്കുമ്പോൾ എക്തസിബു എക്തസിബാനി എക്തസിബൂന എന്ന് വേണം. അത്തുല്ലാബു എക്തസിബൂന അൽ മാരിഫത്ത. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. രണ്ടാമത്തത് ഇലാന്നുണ്ട് അൽ മദ്രസത്തി, സ്കൂളിലേക്ക് ഉണ്ട്. ദാരിസൂന എന്നുണ്ട്, യജി എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആദ്യം ഫീലിയായ എടുക്കാം. യജി അവിടെ ഇടാം. യജി ഉദ്ദാരിസൂന ഇലൽ മദ്രസത്തി. ഓക്കെ. ഇനി അദ്ദാരിസൂന കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ യജി എന്ന് പറഞ്ഞാൽ പോരാ, നേരത്തെ ഞാൻ പറഞ്ഞില്ല, യജി ഊന എന്ന് വേണം. അദ്ദാരിസൂന യജി ഊന ഇലൽ മദ്രസത്തി. ഓക്കെ, കഴിഞ്ഞു. ആദ്യത്തേത് ഫീലി കൊണ്ട് തുടങ്ങി, രണ്ടാമത്തത് ഇസ്മ കൊണ്ട് തുടങ്ങി. അടുത്തത് അൽ കിതാബു എന്നുണ്ട്, അദ്ദാരിസൂന എന്നുണ്ട്, യക്ര ഊന വായിക്കുന്നുണ്ട്. നമുക്ക് പറയാലോ, എങ്ങനെ തുടങ്ങാം? യക്ര ഊനാന്ന് ആദ്യം പറയാൻ പറ്റൂല. ഫായില് ജമ്മാണെങ്കിൽ ഫീലിന് ജമ്മാക്കാൻ പാടില്ല സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ യക്ര ഊന്ന് മതി. വായിക്കട്ടെ. യക്ര ഉദ്ദാരിസൂന അൽ കിതാബ. ഇപ്പുറം പറയുമ്പോൾ അദ്ദാരിസൂന യക്ര ഊന അൽ കിതാബ. യക്ര ഊന ദാരിസൂന എന്ന് പറയാൻ പാടില്ല. യക്ര ഉദ്ദാരിസൂന. നേരെ മറിച്ച് അപ്പുറമാകുമ്പോൾ മുത്തദ ഖബറാക്കുമ്പോൾ അദ്ദാരിസൂന, അപ്പോൾ ഖബറും ജമ്മാണ്. യക്ര ഊന എന്ന് തന്നെ പറയണം. ദാരിസൂന യക്ര ഊന, അങ്ങനെ കേട്ടോ. അടുത്തത് അൽ മുസ്തഖ്ബല, ഭാവി. അൽ വത്തനി, രാജ്യത്തിൻ്റെ. യുഷക്കിലു, രൂപപ്പെടുത്തുന്നു, ഫോം ചെയ്യുന്നു. അത്തുല്ലാബു, വിദ്യാർത്ഥികൾ. അപ്പോൾ ഞാൻ ആദ്യം ഫീലിട്ട് പറയട്ടെ. യുഷക്കിലു തുല്ലാബു മുസ്തഖ്ബിലൽ വത്തനി. രാജ്യത്തിൻ്റെ എന്ന് പറയുമ്പോൾ വത്തനി എന്ന് പറയണം. യുഷക്കിലു തുല്ലാബു മുസ്തഖ്ബിലൽ വത്തനി. ശരി. അടുത്തത് അതിന് നമുക്ക് ഇസ്മിയാക്കട്ടെ. അത്തുല്ലാബു, അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ജമ്മാക്കണം. യുഷക്കിലൂന എന്ന് പറയണം. അത്തുല്ലാബു യുഷക്കിലൂന മുസ്തഖ്ബിലൽ വത്തനി. ഓക്കെ. പിന്നെ നേരത്തെ 12ാമത്തെ പേജിൽ അവസാനത്ത് ഒരു ആക്ടിവിറ്റി വിട്ടുപോയിട്ടുണ്ടായി. നുനാക്കിഷു മുനാസബത്ത ഉൻവാനി നസ്സി വനക്തുബു തബ്രീറാത്ത്. അത് നുനാക്കിഷു നമുക്ക് ചർച്ച ചെയ്യാം. മുനാസബത്ത ഉൻവാനി നസ്സി, പാഠത്തിൻ്റെ പേരില്ലേ, നമ്മൾ ഈ പാഠത്തിൻ്റെ പേര് ജവാസു സഫർ, പാസ്പോർട്ട് എന്നല്ലേ കൊടുത്തേ. അതിൻ്റെ യോജിപ്പ് എത്രത്തോളം ഈ ചർച്ചാ വിഷയത്തിന്, നമ്മുടെ പാഠത്തിന് ആ ഹെഡിങ് എത്രത്തോളം യോജിച്ചിട്ടുണ്ട് എന്ന് ചർച്ച ചെയ്യാം. വനക്തുബു തബ്രീറാത്ത്, അതിൻ്റെ ന്യായീകരണങ്ങൾ എഴുതാം എന്നാണ് അതിന് ചോദ്യം ഉണ്ടായത്. അത് നമ്മൾ നേരത്തെ എപ്പിസോഡ് പറയുമ്പോൾ ഈ ലുഗത്തുൽ അജ്നബിയ, മറ്റൊരു ഭാഷകളെയും മറ്റ് രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും അറിയാനുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞില്ലേ. അതേ ന്യായീകരണം തന്നെ പറഞ്ഞിട്ട് ആ എപ്പിസോഡിൻ്റെ ആദ്യത്തെ 2 പേര് ഒഴിവാക്കിയിട്ട് ബാക്കി ആ സെൻറ്റൻസിലേക്ക് വരുമ്പോൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. അതങ്ങ് ചെറിയ മാറ്റം വരുത്തിയിട്ട് അങ്ങ് കൊടുത്താൽ മതി. ഇനി 14ാമത്തെ പേജിലെ 2 ട്രാൻസ്ലേഷനാണ്. ഒന്ന് നുതർജിമു ഇലൽ ഇംഗ്ലീസിയ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും. രണ്ടാമത്തത് നുതർജിമു ഇലൽ അറബിയ, ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. നമുക്ക് വായിച്ചു നോക്കാം. അന ഖാദിമു മിൻ ലണ്ടൻ, ഞാൻ ലണ്ടനിൽ നിന്ന് വരികയാണ്. അതിന് ഇംഗ്ലീഷ് ഐ ആം കമ്മിങ് ഫ്രം ലണ്ടൻ. അടുത്തത് ഉരീദു അൻ ഉവാസില ദിറാസത്തി, ഞാൻ എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഉവാസില, തുടരാൻ, കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഉരീദു അൻ ഉവാസില ദിറാസത്തി, അതിൻ്റെ ഇംഗ്ലീഷ് ഐ വാണ്ട്, ഉരീദു ഐ വാണ്ട് ടു കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. ഐ വാണ്ട് ടു കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. അടുത്തത് അന തൊബീബുൻ ഫി മുസ്തഷ്ഫൽ ഹിലാൽ, അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഞാൻ. ഐ ആം എ ഡോക്ടർ അറ്റ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ. അന മുർത്തബിക്കുൻ ഫി ഇഖ്തിയാരി മൗദൂഇ ദിറാസ. മുർത്തബിക്കുൻ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാതെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ് ഞാൻ. ഫി ഇഖ്തിയാരി, സെലക്ട് ചെയ്യുന്നതിൽ, മൗദൂഇ ദിറാസ, പഠന വിഷയം സെലക്ട് ചെയ്യുന്നതിൽ ഞാൻ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. ഐ ആം കൺഫ്യൂസ്ഡ് about choosing a field of study അല്ലെങ്കിൽ subject of study.
ഇനി അടുത്തത് ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കാണ്. ഒന്നാമത്തത് ദിസ് ഈസ് മൈ സ്കൂൾ, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഹാദിഹി മദ്രസത്തി ഹിയ ജമീലത്തുൻ. അടുത്തത് ദിസ് ഈസ് സാലിം, ഇത് സാലിമാണ്. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ഹാദാ സാലിം. ഹുവ യക്തുബു റിസാലത്തൻ, ഹുവ യക്തുബു റിസാലത്തൻ. ദാറ്റ് ഈസ് സോഫിയയാണത്, അത് സോഫിയാണ്. ഷീ ഈസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. അപ്പോൾ അറബിയിൽ ദാറ്റ് എന്ന് പറഞ്ഞാൽ തിൽക്ക, ദാലിക്കും തിൽക്കയാണ്. സ്ത്രീ ആണെങ്കിൽ തിൽക്ക, തിൽക്ക സോഫിയ. ഹിയ തക്റഉ സ്വഹീഫത്തൻ. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ജരീദത്തുൽ യൗമിയ എന്നും പറയാം, സ്വഹീഫ എന്നും പറയാം. ഹിയ തക്റഉ ജരീദത്തുൽ യൗമിയ അല്ലെങ്കിൽ സ്വഹീഫത്തൻ. അവിടെ ദീസ് ആർ സ്റ്റുഡൻസ്, ദേ ആർ ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ഹഉലായി തുല്ലാബുൻ, ഇവരൊക്കെ വിദ്യാർത്ഥികളാണ്. ദേ ആർ ഗോയിങ് ടു സ്കൂൾ. ഹും, അവർ എന്ന് പറയുന്നത് ഹുവ ഹുമാ ഹും. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, ഹും യദ്ഹബൂന ഇലൽ മദ്രസത്തി. ദിസ് ഈസ് മൈ ഫ്രണ്ട്, ഹാദാ സദീഖി ബാബു. ഹീ ഈസ് ഇൻ 11th സ്റ്റാൻഡേർഡ്, ഹുവ ഫിൽ ഹാദി അഷറ. അൽ ഹാദി അഷർ, അസാനി അഷർ, അസാലിസ് അഷർ. അപ്പം 11-ന് അൽ ഹാദി അഷർ. നമ്മളിപ്പം +1 ആദ്യ യൂണിറ്റിലെ അൽ വഹദത്തുൽ ഊലയിലെ 3 പാഠങ്ങളിൽ ആദ്യ പാഠം അൽ ലുഗത്തു ഹിയ ജവാസു സഫരിക്ക എന്ന ഹിക്കായയാണ് വായിച്ചത്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് അൽ ഇൻഫിതാഹു അലൽ ആലം എന്ന ഷാഫി ഇമാമിൻ്റെ ഒരു മൻളൂമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ ആദ്യത്തെ ഈ പാഠം നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്ലാസ്സിൽ നിന്ന് അധ്യാപകർ ചെയ്തു തരുന്നതിനൊരു സപ്പോർട്ട് ആയിട്ട് മാത്രമേ ഈ വീഡിയോ ഉപയോഗിക്കാൻ പാടുള്ളൂ. ട്രാൻസ്ലേഷൻ മെത്തേഡാണെന്നറിയാം. ക്ലാസ്സിൽ നിന്ന് ഗ്രൂപ്പ് വർക്കുകളും മറ്റ് ആക്ടിവിറ്റീസിലും സജീവമായി പങ്കെടുത്ത ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. തുടർന്ന് അങ്ങോട്ടുള്ള പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് സമയം ലഭിക്കുകയാണെങ്കിൽ ചെയ്യാം. തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കുക. അള്ളാഹു നമ്മുടെ ഈ പരിശ്രമം സാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.